ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റ് ഓഫ് യുവർ ചോയ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കേക്കാണ്. മാർബിൾ കേക്ക്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന മാർബിൾ കേക്കിൻ്റെ രീതിയിൽ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഈ കേക്ക്. അപ്പോൾ നമുക്കിത് ബേക്കറിയിൽ നിന്നും വാങ്ങാതെ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പം ഇപ്പോൾ എല്ലാവരും ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് വീട്ടിൽ സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് നമുക്ക് ടൈമൊക്കെ ഉള്ള സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എങ്ങനെ ഇത് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ 1.5 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. 1.5 കപ്പ് മൈദ എന്ന് പറയുമ്പോൾ 250 ml മെഷർമെൻറ്റ് കപ്പാണ്. അപ്പോൾ ഏതിലാണോ നമ്മൾ അളക്കുന്നത് അതിൽ തന്നെ 1.5 കപ്പ് മൈദ എടുക്കുക. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചു കൊടുക്കണം. ഞാനിതിപ്പം മുഴുവനായിട്ട് ഇടാൻ പറ്റാത്തതുകൊണ്ട് കുറേശ്ശെ ഇട്ടിട്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മൊത്തത്തിലൊന്ന് അരിച്ചെടുക്കണമെന്നേ ഉള്ളൂ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതിനകത്ത് ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിലും ഇത് ഒന്ന് പോകാൻ വേണ്ടിയാണ് നമ്മളിതുപോലെ അരിച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന കേക്ക് നന്നായിട്ട് പൊന്തി വരാനും ഈ ഒരു രീതിയിൽ അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്കിട്ടിട്ട് മൊത്തത്തിലൊന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് 2 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് മൊത്തത്തിലങ്ങ് അരിച്ചെടുക്കാം. ഇതേപോലെ ചെറിയ തരികളൊക്കെ ഉണ്ടാവും, അതൊക്കെ പോകാൻ വേണ്ടിയാണ് നമ്മൾ അരിക്കുന്നത്. ഇപ്പോൾ ഇത് മൊത്തത്തിൽ അരിച്ചെടുത്തിട്ടുണ്ട്. മൈദയ്ക്കകത്ത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പുകൂടി ചേർത്ത് മൊത്തത്തിൽ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയൊക്കെ എടുക്കുന്ന സമയത്തും നമ്മൾ റൂം ടെമ്പറേച്ചറിലായിരിക്കണം മുട്ട എടുക്കേണ്ടത്. ഫ്രിഡ്ജിൽ നിന്നൊന്നും നേരിട്ടെടുത്ത് നമ്മളിത് ബീറ്റ് ചെയ്യരുത്. ഇതൊരിക്കലും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് കേക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കേക്കിന് തയ്യാറാക്കുന്ന എല്ലാം നമ്മൾ റൂം ടെമ്പറേച്ചറിൽ എടുത്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഇത് നമുക്കൊന്ന് ലോയിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊന്നങ്ങ് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത്, വെജിറ്റബിൾ ഓയിൽ തന്നെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുക. അപ്പോൾ ഇതുകൂടി ഇട്ടിട്ട് നമുക്ക് ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലാത്തവർ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇപ്പം മൊത്തത്തിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ച പഞ്ചസാരയാണ് 1/4 കപ്പ്. അത് കുറേശ്ശെ ഇട്ടിട്ട് ഇതേപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. മുഴുവനായിട്ടിട്ടത് കട്ട പിടിക്കും. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം പഞ്ചസാരയും മൊത്തത്തിലിട്ടിട്ട് ഇപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന മൈദയുടെ മാവ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് നമ്മൾ കുറേശ്ശെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ബീറ്റേണ്ട ആവശ്യമില്ല. ഒരു സ്പാച്ചുല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പം ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്തും കുറേശ്ശെ മൈദ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാവും. മൊത്തത്തിലിട്ട് മിക്സ് ചെയ്തെടുക്കരുത്, അത് കട്ട പിടിക്കും. അപ്പം അത് നമുക്കിതുപോലെ മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ മൈദാമാവ് മൊത്തത്തിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പാൽ കൂടി ചേർത്തിട്ട്, പാലും റൂം ടെമ്പറേച്ചറിലുള്ളതാണ്, അതും നമുക്കിതുപോലെ മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി തവി ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് മാർബിൾ കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് കുറച്ച് കൊക്കോ പൗഡർ ചേർക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന ബാറ്ററിൻ്റെ പകുതി, അതായത് നേരെ പകുതി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം ഇതാണ് ഏറ്റവും എളുപ്പമുള്ള ഒരു വേ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നതാണ്. നമ്മൾ മൊത്തത്തിൽ ചെയ്തിട്ട് പകുതി എടുക്കുന്നതാണ്. ചിലർ 2ആയിട്ട് തന്നെ ബാറ്റർ റെഡിയാക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്ഷൻ ഞാൻ മാറ്റി വെച്ചു. രണ്ടാമത് നമ്മൾ എടുത്തു വെച്ച മിക്സിലേക്ക് ഞാൻ 2.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്.
അപ്പം കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൊക്കോ പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൊക്കോ പൗഡർ മൊത്തത്തിൽ ആ മാവിലേക്ക് മിക്സായി വരണം. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ കൊക്കോ പൗഡർ ഇട്ടിട്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ 2 ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തേച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പറോടെ വെച്ച് കൊടുക്കുകയാണ്. കേക്ക് നമ്മുടെ അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി ബട്ടർ പേപ്പറോട് വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഓരോ സെക്ഷനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ കൊക്കോ പൗഡർ ഇടാത്ത ബാറ്റർ നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഡിസൈൻ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഇതേ രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് കൊക്കോ പൗഡർ ഇട്ട നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ സ്പ്രെഡായിട്ട് പൊയ്ക്കോളും. വലിയ ഡിസൈനും ആയിട്ടൊന്നും നമ്മൾ നോക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് അത് ആ ഒരു കറക്റ്റ് രീതിയിൽ വന്നോളും. ഇനി ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അത് സ്പ്രെഡായി അത് ഫുള്ളായിട്ട് വന്നോളും. ഇനി കൊക്കോ പൗഡറിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ മൊത്തം ഇതേ രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. അങ്ങനെ വെക്കാം. ഞാനൊരു ചെറിയൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതേപോലെ ഒരു ഡിസൈൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ കേക്കിനൊരു ഭംഗി വരാൻ വേണ്ടി ഇതേ രീതിയിൽ ഒന്ന് ഡിസൈൻ വെച്ച് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതേപോലെ ചെറിയൊരു ഡിസൈനൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിതിൽ ഗ്യാസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ തവ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ പാത്രത്തിനടിയിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ചെറിയൊരു റിങ് വെച്ചിട്ട് 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്തെടുത്താണ്. ലോ ഫ്ലെയിം അല്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതിനകത്ത് ഇട്ടേക്കുന്നത് ഉപ്പാണ്. ഉപ്പ് നേരത്തെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഉപ്പിന് അങ്ങനത്തെ കളറ്. പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 45 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. 20 മിനിറ്റിനൊക്കെ ശേഷം നമുക്കിത് വേണമെങ്കിൽ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ചെറിയൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു സ്ക്വയറിൽ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഇതിനകത്ത് നടുഭാഗത്തായിട്ട് കുത്തി നോക്കുമ്പം നമ്മുടെ ഇതിലൊന്നും പിടിച്ചിട്ടില്ലെങ്കിൽ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ടെന്നാണ്. ഇതിന് മുകൾ ഭാഗം കാണുമ്പോൾ അറിയാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാർബിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്കിത് ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണേലും കുട്ടികൾക്കാണേലും ഒക്കെ നമുക്ക് തയ്യാറാക്കി നോക്കാം. ബേക്കറിയിലൊക്കെ പോയി നമ്മൾ മാർബിൾ കേക്കൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്കും ഇതുപോലെ തന്നെ എളുപ്പം തയ്യാറാക്കി നോക്കാം. ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതേപോലെ വെക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നന്നായിട്ട് ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇതിന് അകഭാഗം എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് ഇതേപോലെയാണ് ഡിസൈൻ വരുന്നത്. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാർബിൾ കേക്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.